ഈ 2000 ഇങ്ങനത്തെ ഒരു മനോഹരമായ പടം ഇറങ്ങിയിട്ടില്ല. അടിച്ചു പൊളിച്ചു. മമിത പെയ്തു, മൈജു, നിവിൻപോളി കോംബോ അടിപൊളി. അതുപോലെ നമ്മുടെ കൺവിൻസിംഗ് സ്റ്റാർ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും നന്നായിട്ടുണ്ട്. പടം നല്ല സൂപ്പർ. ഓണം തൂക്കിയടിക്കണം. പിന്നെ ഖലീഫയൊക്കെ മാറി നിൽക്കും. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ആണോ? നിവിൻപോളി തകർത്തോ? നിവിൻപോളി അടിച്ചു പൊളിച്ചു. മമിത പെയ്തു, മൈജു, നിവിൻപോളി കോംബോ അടിപൊളി. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മോളി കിട്ടിയോ? പിന്നെ അതുക്കും മേലെ കിട്ടും. ഓണം തൂക്കിയടിക്കണം. പിന്നെ ഖലീഫയൊക്കെ മാറി നിൽക്കും. ഓക്കെ, താങ്ക് യു. ചേട്ടാ എങ്ങനെ? ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ കോമഡി, അത്യാവശ്യം ഓണത്തിന് പോകാൻ പറ്റിയ നല്ല മൂവിയാണ്. നമ്മളൊരു പഴയൊരു നിവിൻപോളിനൊക്കെ ആ ഒരു റൊമാൻറ്റിക് എല്ലാം തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് അവർ വെച്ചിട്ടുണ്ട്. സ്റ്റോറി ബാക്കി ആരെയൊക്കെയാണ് കൂടുതലും? അല്ല, എല്ലാവരും നല്ല രീതിയിൽ കാസ്റ്റിംഗ് എല്ലാം നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. സ്റ്റോറി ലൈൻ അടിപൊളിയായിരുന്നു. നല്ലൊരു ഫാമിലി ഫിലിം. താങ്ക് യു. ആണോ? നിങ്ങൾ ഫാമിലീസ് ഒക്കെ ഏറ്റെടുത്തോ? മൊത്തത്തിലെങ്ങനെയുണ്ട് നിവിന്റെ കോംബോ? അതുപോലെ കോമഡിയിലേ നിവിന്റെ ഒപ്പം വേറെ ആരൊക്കെയാണ് തകർത്തത്? എല്ലാവരും നന്നായിട്ടുണ്ട്. സംഗീതം. അതുപോലെ നമ്മുടെ കൺവിൻസിംഗ് സ്റ്റാർ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും നന്നായിട്ടുണ്ട്. പടം നല്ല സൂപ്പർ. ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സൂപ്പർ. കുറേ നാളത്തെ നല്ലൊരു സിനിമ കണ്ടു. ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ഒരു പഴയ നിവിൻപോളിനെ തിരിച്ചു കിട്ടിയോ? നിവിൻപോളി ഒരു പഴയ നിവിൻപോളി സ്റ്റൈൽ കിട്ടി. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. നിവിൻപോളി വേറെ ലെവല്. നമ്മുടെ ഒരു പഴയ ജനറേഷന് പറ്റുന്ന ഒരു മൂവിയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ ഇത് കൊള്ളാം, അടിപൊളി. നമ്മുടെയൊക്കെ ചേട്ടാ എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല പടം. നല്ല ഫീൽ ഗുഡ് പടം. നല്ല ഗിരീശ്വരയുടെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പടം അത്. നല്ല പടം. അവസാനമൊക്കെ ഒത്തിരി ഫീലായോ? ഫീൽ ഗുഡാ, പക്ക ഫീൽ ഗുഡ് പടം. എല്ലാ ജനറേഷനും ഏറ്റെടുക്കാൻ പറ്റുന്ന സംഭവം. അതെ, ഫാമിലിക്കൊക്കെ കാണാവുന്ന പടമാണ്. നല്ല പടമായിരുന്നു. നിവിൻപോളിയുടെ അഭിനയം സൂപ്പർ. ഫാമിലീസ് ഒക്കെ ഏറ്റെടുത്തോ? അതെ. നല്ല പടം. നല്ലതാണ്. നമ്മുടെ പ്രായത്തിനുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. 90s കിഡ്സിനൊക്കെ പറ്റുന്ന ഒരു സംഭവം. അതെ. അമ്മമാർക്ക് പഠിക്കുമെന്നറിയാൻ പാടാ, നമുക്കൊക്കെ പഠിക്കും. അതെ, കോമഡി ഫീലിങ്സ് ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ആവും. ആദ്യം തൊട്ടേ ചിരിക്കാനുള്ള എലമെന്റ്സ് എല്ലാം ഓരോ സെന്റൻസിലും ഉണ്ട്. മൂവിയാണ്, റിയലി ഗുഡ്, സൂപ്പർ മൂവിയാണ്. നിവിൻ്റെ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. നമ്മളൊരു എല്ലാ ജനറേഷനിലും കോരിതിരിക്കുന്ന സംഭവമാണ്. അത് ലവ് സ്റ്റോറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. നിവിൻ്റെ ഒപ്പം വേറെ ആരൊക്കെയാണ് ശരിക്കും സ്റ്റോറി ചെയ്തത്? സൂപ്പർ പടം, കിടിലം പടം. എന്താ പറയുക, പടത്തിനെ പറ്റി പറയുമ്പോൾ വാക്കുകളില്ല, അത്രക്കും മനോഹരമായിട്ട്. ഈ അടുത്ത് ഇങ്ങനത്തെ ഒരു മനോഹരമായ പടം കണ്ടില്ല. പിന്നെ ഇതിലെ സംഘടന രംഗമെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ മേലപ്പറമ്പിൽ ആൻവീടൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു കോമഡി സംഘടനയൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ട് നല്ല അടിപൊളി, വേറെ ലെവൽ. അതായത് പടത്തിൽ അഭിനയിച്ച എല്ലാവരും സൂപ്പറായിട്ട് അഭിനയിച്ചു. ഇതിലെ ഗിരീഷ് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഡയറക്ഷൻ ഉണ്ടല്ലോ, അത് എടുത്തു വരണം, പൊളി, വേറെ ലെവൽ പടം. നിവിൻ്റെ ഒപ്പമുള്ള എല്ലാവരും സ്കോർ ചെയ്തു. എല്ലാവരും ഒപ്പത്തിനൊപ്പം സ്കോർ ചെയ്യുന്നത് വെച്ചാൽ കിടിലമായിട്ട് സ്കോർ ചെയ്തു. നല്ല അടിപൊളി പടം എന്ന് വെച്ചേക്കണ്ട. ഞാൻ പറയാം, ഈ 2000 ഇങ്ങനത്തെ ഒരു മനോഹരമായ പടം ഇറങ്ങിയിട്ടില്ല. അത്രക്ക് മനോഹരമായ പടം, സൂപ്പർ. നല്ല ഫീൽ ഗുഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഫീൽ ഗുഡ്, സൂപ്പർ. നിവിൻപോളി തകർത്ത് ഈ ഓണം തൂക്കി ഓണം തൂക്കി, ഒന്നും പറയാനില്ല. 2 പടം കണ്ടു, ഓണം തൂക്കി ബദലായി. അടിപൊളി. നിവിൻ പണ്ടേ പൊളിയല്ലേ? അതെ. ഓണം തൂക്കി. കുഴപ്പമില്ല, അടിപൊളിയാണ്. ഓണം തൂക്കാൻ പ്രേമല് വെച്ച് നോക്കുമ്പോൾ അത്രയും ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. നല്ല കോമഡി ഉണ്ട്, കഥയുണ്ട്, അത്യാവശ്യം നല്ല ഫിലിം മേക്കിംഗ് കൊള്ളാം, നല്ല ഫീൽ ഗുഡാണ്. പടം അടിപൊളിയാണ്. കൊള്ളാം, കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്. ഇവിടെ സർവമായ പോലെ നിവിൻപോളിയുടെ ഒരു വീണ്ടും ഒരു നല്ലൊരു പടം. തീർച്ചയായും. അങ്ങനെയും പറയാം. എന്തായാലും വന്ന് കാണണം. നമുക്ക് നമ്മുടെ പഴയ നിവിൻപോളിനെ കാണാൻ പറ്റും. നല്ല പക്ക ഫാമിലി, നല്ലൊരു ഫീൽ ഗുഡ് പടം. എന്തായാലും അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. എല്ലാം പക്കായിട്ട് പോയി. ഓക്കെ.
പിന്നെ ബാക്കി വർക്കൗട്ടായ കോമഡിയും കാര്യം എല്ലാം വർക്കൗട്ടായി. നല്ലൊരു മൂവിയാണ്. എന്തായാലും വിജയിക്കും. നമ്മുടെ നിവിൻ മമിത മമിത അടിപൊളിയായിരുന്നു. മമിതയുടെ വിശ്വനാഥ് ആൻഡ് സൺസ് പോലെ നല്ല കോമ്പായിരുന്നു. അതായത് ഓണം തൂക്കി എന്ന് പറയാൻ പറ്റുമോ? ശരിക്കും നോക്കി മമിത തന്നെ നോക്കി, നിവിനും നോക്കി. ഓണം നിവിൻ്റെ കൈ സേഫാണോ? അല്ല, ഞാൻ അങ്ങനെ ഫിലിം എനിക്ക് നിവിന് ഇഷ്ടമാണ്, അങ്ങനെ കണ്ടതാണ്. ബാക്കി മൊത്തത്തിൽ എങ്ങനെയാണ് അവരുടെ വർക്കൊക്കെ എങ്ങനെയുണ്ട്? ഞാനങ്ങനെ ഫിലിം ക്രിട്ടിക് ഒന്നും അല്ല, എനിക്കറിയത്തില്ല. നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമാണ്. ഫാമിലി മൂവിയാണ്, നല്ല മൂവിയാണ്. പടം നല്ല പടമാണ്. നിവിൻ പോളിയുടെ ഒരു ഫണ്ണായിട്ടുള്ളൊരു പടമാണ്. മൊത്തത്തിൽ കുറേ കോമഡി സീക്വൻസ് ഒക്കെ ഉണ്ട്. നല്ലൊരു പടമാണ്. അല്ല, ഓണം തൂക്കാനുള്ള വൈബ് നിവിൻ തന്നോ? ആ ഉണ്ട്, സാധ്യതയുണ്ട്. നിങ്ങൾ ഹാപ്പിയാണോ പടം കണ്ടിട്ട്? ഹാപ്പിയാണ്.